ഏവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാൻ മലയാളത്തിൽ ഒരു ഫോർമുല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നിത്യജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽ ഫ്രേസസിനെ കുറിച്ചാണ്. ഈ മോഡൽ വെർബ്സ് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കാം. ഷുഡ്, കുഡ്, വുഡ്, മൈറ്റ്, മസ്റ്റ്. ഈ 5 മോഡൽ വെർബ്സിന് അതിൻ്റെ കൂടെ ഹാവ് കൂടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഷുഡ് ഹാവ്, അതേമാതിരി കുഡ് ഹാവ്, പിന്നെ വുഡ് ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ്. ഈ ഫ്രേസസുകൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഷുഡ് ഹാവ്. ഈ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമായിരുന്നു, ഒരു കടമ, അതൊരു കടമയായിരുന്നു, ചെയ്യണമായിരുന്നു, അപ്പോൾ ചെയ്തിട്ടില്ല, ചെയ്യണമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. അതൊരു കടമയായിരുന്നു, പക്ഷേ നിങ്ങളത് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നിങ്ങൾ ചെയ്തില്ല. അതാണ് ഷുഡ് ഹാവ്. അപ്പോൾ ഷുഡൻ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാമായിരുന്നു, ചെയ്യണ്ടായിരുന്നു. ഷുഡൻ ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്തു പോയി, പക്ഷെ ചെയ്യണ്ടായിരുന്നു. അതാണ് ഷുഡൻ ഹാവ്. ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്യണമായിരുന്നു, ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, എന്തെങ്കിലും ചെയ്യണമായിരുന്നു, പക്ഷെ ചെയ്തില്ലല്ലോ. പക്ഷെ ഷുഡൻ ഹാവ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യണ്ടായിരുന്നു, ചെയ്തു പോയി. അതാണ് ഷുഡൻ ഹാവ്. നെക്സ്റ്റ് രണ്ടാമത്തേത് കുഡ് ഹാവ്. കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്യാമായിരുന്നു, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു, എന്നിട്ട് നിങ്ങൾ ചെയ്തില്ല. അതാണ് കുഡ് ഹാവ്, ചെയ്യാമായിരുന്നു. കുഡൻ ഹാവ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കുഡൻ ഹാവ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതേമാതിരിയുള്ള എക്സാമ്പിൾസാണ് അത് വരിക. കുഡ് ഹാവ് ചെയ്യാമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പാസ്സാവാൻ കഴിയുമായിരുന്നു, അതേമാതിരി ചെയ്യാൻ കഴിയുമായിരുന്നു. ഇനി മൂന്നാമത്തേത് വുഡ് ഹാവ്. വുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമായിരുന്നു, ഞാനത് ചെയ്യുമായിരുന്നു, പക്ഷേ എന്നോടത് പറഞ്ഞില്ലല്ലോ, എനിക്കത് അറിഞ്ഞില്ലല്ലോ. ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ ഞാൻ അത് അറിയാത്തത് കൊണ്ട് എനിക്ക് ചെയ്തില്ല. ഞാൻ ചെയ്യുമായിരുന്നു, അതാണ് വുഡ് ഹാവ്. വുഡൻ ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്യുമായിരുന്നില്ല വുഡൻ ഹാവ്. ഇനി മൈറ്റ് ഹാവ്. അതൊരു സാധ്യത, ചെയ്തിട്ടുണ്ടായിരിക്കും, ചെയ്തിട്ടുണ്ടാകും, അതാണ് മൈറ്റ് ഹാവ്. ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള പറയാനാണ് മൈറ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. മൈറ്റ് നോട്ട് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടാകില്ല. ഇനി അഞ്ചാമത്തേത് മസ്റ്റ് ഹാവ്. മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടാകണം, അത് തീർച്ചയായും അത് എന്ത് തന്നെയായാലും ചെയ്തിട്ടുണ്ടാകണം, ഒരു ഉറപ്പ് ആണ്. നമ്മൾ മൈറ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളൊരു സാധ്യത മാത്രമേ പറയുന്നുള്ളൂ. അത് കുറച്ചുകൂടെ ഉറപ്പോടുകൂടെ പറയുന്നതാണ് മസ്റ്റ് ഹാവ്. ചെയ്തിട്ടുണ്ടാകണം, എന്ത് തന്നെയായാലും ചെയ്തിട്ടുണ്ടാകണം. മസ്റ്റ് നോട്ട് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടാകില്ല, എന്തായാലും ചെയ്തിട്ടുണ്ടാകില്ല, അത് ആണ് പറയുന്നത് മസ്റ്റ് നോട്ട് ഹാവ് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം ഷുഡ് ഹാവ് ഉപയോഗിച്ചുള്ള എങ്ങനെയാണ് സെൻറ്റൻസുകളിൽ ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഫ്രണ്ട്, അയാളുടെ പേര് അജയ് എന്നാണ്. ഈ അജയിൻ്റെ ഒരു റിലേറ്റീവ്, ഒരു ബന്ധു സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അയാൾക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ പൈസക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അജയിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. അജയ് ഷുഡ് ഹാവ് ഗിവൺ ദ മണി. അജയന് അയാൾക്ക് പണം
അയാൾക്ക് പണം കൊടുക്കണമായിരുന്നു. അജയ് അയാൾക്ക് പണം കൊടുക്കണമായിരുന്നു, ഒരു കടമ. പക്ഷെ കൊടുത്തില്ല. അജയ് ഷുഡ് ഹാവ് ഗിവൺ ദ മണി. അജയ് അയാൾക്ക് പണം കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അജയ് ഷുഡ് ഹാവ് ഗിവൺ ദ മണി, അതൊരു കടമ, കൊടുക്കണമായിരുന്നു പക്ഷെ കൊടുത്തില്ല. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. അജയ് കുഡ് ഹാവ് ഗിവൺ ദ മണി. അജയിന് പണം കൊടുക്കാൻ കഴിയുമായിരുന്നു, കൊടുക്കാമായിരുന്നു. അജയ് കുഡ് ഹാവ് ഗിവൺ ദ മണി, കൊടുക്കാമായിരുന്നു. ആദ്യം പറഞ്ഞത് കൊടുക്കണമായിരുന്നു ഒരു കടമ, ഇവിടെ കൊടുക്കാമായിരുന്നു, കൊടുക്കാൻ കഴിയുമായിരുന്നു, കൊടുക്കാൻ പറ്റുമായിരുന്നു. അജയുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അജയന് പണമൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ കൊടുത്തില്ല. അജയ് കുഡ് ഹാവ് ഗിവൺ ദ മണി. വ്യത്യാസം മനസ്സിലായോ രണ്ടും തമ്മിലുള്ള? ഇനി മൂന്നാമത്തേത്, അജയ് വുഡ് ഹാവ് ഗിവൺ ദ മണി. അജയ് പണം കൊടുക്കുമായിരുന്നു, പക്ഷേ കൊടുത്തില്ല. കാരണം അജയനോട് ആരും ഒന്നും പറഞ്ഞില്ല, അജയനോട് ചോദിച്ചില്ല. കാശ് വേണമെന്നുള്ള കാര്യം അജയനോട് ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് അജയ് കൊടുത്തില്ല. അജയ് കൊടുത്തേനെ, അജയ് കൊടുക്കുമായിരുന്നു, അങ്ങനെയുള്ള കാര്യം പറയാനാണ് അജയ് വുഡ് ഹാവ് ഗിവൺ ദ മണി. അജയ് പണം കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ കൊടുത്തേനെ എന്ന് പറയാൻ വേണ്ടി അജയ് വുഡ് ഹാവ് ഗിവൺ ദ മണി. പക്ഷെ അജയനോട് പറഞ്ഞില്ലല്ലോ, അജയ് അറിഞ്ഞില്ലല്ലോ, അജയോട് ചോദിച്ചില്ലല്ലോ. ചോദിച്ചിരുന്നെങ്കിൽ കൊടുത്തേനെ. അങ്ങനെയുള്ള കാര്യം പറയാനാണ് അജയ് വുഡ് ഹാവ് ഗിവൺ ദ മണി. വുഡ് ഹാവ് ഇവിടെയാണ് ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? ഇനി അടുത്തത് മൈറ്റ് ഹാവ് ഉപയോഗിച്ചുകൊണ്ട് അജയ് മൈറ്റ് ഹാവ് ഗിവൺ ദ മണി. അജയ് പണം കൊടുത്തിട്ടുണ്ടായിരിക്കും, കൊടുത്തിട്ടുണ്ടാകും എന്ന് പറയാം. അജയ് മൈറ്റ് ഹാവ്, ഒരു സംശയം, കൊടുത്തിട്ടുണ്ടാകും. അജയ് മൈറ്റ് ഹാവ് ഗിവൺ ദ മണി, അതിനാണ് മൈറ്റ് ഹാവ് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി മസ്റ്റ് ഹാവ് നോക്കാം. അജയ് മസ്റ്റ് ഹാവ് ഗിവൺ ദ മണി. അജയ് മസ്റ്റ് ഹാവ് ഗിവൺ ദ മണി. അജയ് പണം എന്ത് തന്നെയായാലും പണം കൊടുത്തിട്ടുണ്ടാകണം. ആ കൊടുത്തിട്ടുണ്ടാകണം അതൊരു 99% സാധ്യതകൾ ഉള്ള മാതിരിയുള്ള പറയുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അജയ് മസ്റ്റ് ഹാവ് ഗിവൺ ദ മണി, എന്തായാലും കൊടുത്തിട്ടുണ്ടാകണം പൈസ. അജയ് മൈറ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, കൊടുത്തിട്ടുണ്ടാകും എന്ന് പറയാൻ. മസ്റ്റ് ഹാവ് എന്ന് പറയുമ്പോൾ പണം കൊടുത്തിട്ടുണ്ടാകണം, എന്തിനാലും കൊടുത്തിട്ടുണ്ടാകണം എന്നുള്ള ഒരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ് അജയ് മസ്റ്റ് ഹാവ് ഗിവൺ ദ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായ 5 മോഡൽ ഫ്രേസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഷുഡ് ഹാവ് എന്ന് വരുന്നുണ്ടല്ലോ, ഹാവ് വരുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു, ഹാസ്, ഹാവ്, ഹാഡ് എന്നൊക്കെ വരുമ്പോൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം V3 അതാണ് ഉപയോഗിക്കേണ്ടത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായത് ഇപ്പോൾ ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗിവ്, ഗിവൻ, ഗേവ്, ഗിവൺ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അജയ് മസ്റ്റ് ഹാവ് ഗിവൺ, അജയ് മൈറ്റ് ഹാവ് ഗിവൺ, അജയ് ഷുഡ് ഹാവ് ഗിവൺ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗിവ് എന്ന് പറഞ്ഞ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ഗിവ്, ഗേവ്, ഗിവൻ എന്നാണ്. ആ ഗിവൺ എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്, അത് അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഈ അജയ് ഷുഡ് ഹാവ് എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇപ്പോൾ ഷുഡിൻ ഹാവ് എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അജയ് ഷുഡിൻ ഹാവ് ഗിവൺ ദ മണി. അജയ് പണം കൊടുക്കാൻ പാടില്ലായിരുന്നു, കൊടുക്കണ്ടായിരുന്നു, ഇത് പക്ഷെ കൊടുത്തു. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പറയുന്നതാണ് കൊടുക്കണ്ടായിരുന്നു, കാരണം അയാളുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നു, എന്തിനാണ് കൊടുത്തത്? അജയ് ഷുഡിൻ ഹാവ് ഗിവൺ ദ മണി. അജയ് പണം കൊടുക്കാൻ പാടില്ലായിരുന്നു, അല്ലെ കൊടുക്കണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയാൻ ഷുഡിൻ ഹാവ്. അജയ് കൊടുക്കണമായിരുന്നു, കൊടുത്തില്ല, കൊടുക്കണമായിരുന്നു എന്ന് പറയാൻ ഷുഡ് ഹാവ്. ഈ വ്യത്യാസം കറക്റ്റായി മനസ്സിലാക്കണേ. അജയ് പക്ഷേ കൊടുത്തുപോയി, പക്ഷെ കൊടുക്കണ്ടായിരുന്നു, കൊടുക്കാൻ പാടില്ലായിരുന്നില്ല, ഷുഡിൻ ഹാവ്. ഇനി അടുത്തത് അജയ് കുഡിൻ ഹാവ് ഗിവൺ ദ മണി. അജയിന് പണം കൊടുക്കാൻ കഴിയില്ലായിരുന്നു, പറ്റുമായിരുന്നില്ല. അജയ് കുഡിൻ ഹാവ് ഗിവൺ ദ മണി. കൊടുക്കാൻ കഴിയില്ലായിരുന്നു, അത് രണ്ടർത്ഥത്തിൽ പറയാം. ഒന്ന്, അയാൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൊടുക്കാൻ കഴിയില്ലായിരുന്നു, പക്ഷെ കൊടുത്തു, പറഞ്ഞതുകൊണ്ടാണ് കൊടുത്തത്. കുഡ് ഹാവ് ഗിവൺ ദ മണി. കുഡിൻ ഹാവ് ഗിവൺ ദ മണി. അജയിന് പണം കൊടുക്കാൻ കഴിയില്ലായിരുന്നു, പറ്റുമായിരുന്നില്ല, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നോക്ക്, അജയ് വുഡിൻ ഹാവ് ഗിവൺ ദ മണി. അജയ് പണം കൊടുക്കില്ലായിരുന്നു, കൊടുക്കുമായിരുന്നില്ല. അജയ് വുഡിൻ ഹാവ് ഗിവൺ ദ മണി. അവൻ കൊടുത്തു, അവൻ പറഞ്ഞതുകൊണ്ടാണ് കൊടുത്തത്. അജയ് വുഡിൻ ഹാവ് ഗിവൺ ദ മണി എന്ന് പറഞ്ഞാൽ അജയ് പണം
കൊടുക്കില്ലായിരുന്നു, കൊടുക്കുമായിരുന്നില്ല. പക്ഷേ അവർ നിർബന്ധിച്ചപ്പോൾ അങ്ങ് കൊടുത്തു. അങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഈ അജയ് വുഡൻറ്റ് ഹാവ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ അജയ് മൈറ്റ് നോട്ട് ഹാവ് ഗിവൺ ദ മണി, അജയ് പണം കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, അത് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അജയ് വുഡൻറ്റ് ഹാവ് മൈറ്റ് നോട്ട് ഹാവ് ഗിവൺ ദ മണി, അജയ് മൈറ്റ് നോട്ട് ഹാവ് ഗിവൺ ദ മണി, അജയ് പണം കൊടുത്തിട്ടുണ്ടാകില്ല. നോക്കൂ, അജയ് മസ്റ്റ് നോട്ട് ഹാവ് ഗിവൺ ദ മണി, അജയ് പണം തീർച്ചയായും കൊടുത്തു കാണില്ല. അജയ് മസ്റ്റ് നോട്ട് ഹാവ് ഗിവൺ ദ മണി. ഇപ്പോൾ ഈ വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹീ ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നല്ലവണ്ണം പഠിക്കണമായിരുന്നു, പക്ഷെ അവൻ പഠിച്ചില്ല. നോക്ക്, അപ്പോൾ അവൻ പഠിക്കേണ്ടതായിരുന്നു, നല്ലവണ്ണം പഠിക്കേണ്ടതായിരുന്നു. കാരണം അവൻ അത്രയും കഷ്ടപ്പാട്, വീട്ടിൽ കഷ്ടപ്പാടൊക്കെ ഉള്ളവനായിരുന്നു. അപ്പോൾ അവന് നല്ല ബുദ്ധിയൊക്കെ ഉള്ളവനാണ്. അപ്പോൾ അവൻ നല്ലവണ്ണം പഠിക്കണമായിരുന്നു, പക്ഷെ പഠിച്ചില്ല. അവൻ ചിലപ്പോൾ എക്സാമിൽ തോറ്റുപോയി കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അവൻ നല്ലവണ്ണം പഠിക്കണമായിരുന്നു. ഹീ ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, ഹീ ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നല്ലവണ്ണം പഠിക്കണമായിരുന്നു. ഒരു കടമ, ഒരു പാസ്റ്റിലുള്ള ഒരു കടമ പറയുകയാണ്. പാസ്റ്റിൽ നടന്ന കാര്യം, അത് പഠിക്കണമായിരുന്നു, പക്ഷെ പഠിച്ചില്ല. നോക്ക് അടുത്തൊരു എക്സാമ്പിൾ. ഹി കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, കുഡ് ഹാവ് ഉപയോഗിച്ചുകൊണ്ട് അവന് നല്ലവണ്ണം പഠിക്കാൻ കഴിയുമായിരുന്നു, പഠിക്കാമായിരുന്നു. ഹി കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, എല്ലാ അവസരങ്ങളും അവനുണ്ടായിരുന്നു. വീട്ടിൽ എല്ലാ അവസരങ്ങളും കൊടുത്തിരുന്നു, എല്ലാ സൗകര്യങ്ങളും കൊടുത്തിരുന്നു. ട്യൂഷൻ വിടാനുള്ള കാശുണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ നിന്ന് ചെയ്തിട്ടും അവൻ പഠിച്ചില്ല, പാസ്സായില്ല. അപ്പോൾ ഹി കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നല്ലവണ്ണം പഠിക്കാൻ കഴിയുമായിരുന്നു, പഠിക്കാമായിരുന്നു, പഠിക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഹി കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ എന്ന് പറയുന്നത്. കുഡ് ഹാവും ഷുഡ് ഹാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇനി ഹി വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. ഹി വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. പക്ഷേ എന്തായി, അവനെ പഠിക്കാൻ വിട്ടില്ല. അവൻ പഠിക്കുമായിരുന്നു, പക്ഷേ അവന് SSLC കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞു. വീട്ടിലുള്ള പ്രയാസം കാരണം അവനെ ജോലിക്ക് വിട്ടു. അവനെ പഠിപ്പിച്ചതേയില്ല. അപ്പോൾ പക്ഷേ അവൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് സ്റ്റഡീഡ്, അവൻ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ഹി വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. അവൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ പഠിപ്പിക്കുമായിരുന്നു, പഠിക്കാൻ വിട്ടിരുന്നെങ്കിൽ പഠിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഹി വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ എന്ന് പറയുന്നത്. ഇനി മൈറ്റ് ഹാവ് സ്റ്റഡീഡ് വെൽ നോക്കും. ഹി മൈറ്റ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടാകും. ഹി മൈറ്റ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നല്ലവണ്ണം ഉണ്ടാകുന്നില്ല പറയും. ഇനി ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടാകണം, ഇല്ലെങ്കിൽ അവൻ പാസ്സാകത്തില്ലായിരുന്നു, അല്ലെങ്കിൽ അവൻ അത് പാസ്സാകത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ഉറപ്പുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ വ്യത്യാസങ്ങൾ ക്ലിയറായി മനസ്സിലാകുന്നുള്ള 5 മോഡൽ ഫ്രേസസുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഹീ ഷുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ, അവന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമായിരുന്നു. അവൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തില്ല, സമയത്ത് കൺസൾട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് അവനങ്ങനെ പറ്റിയത്. ഒരാൾക്കെന്തോ പറ്റി. അപ്പോൾ പറയുന്നതാണ് ഹീ ഷുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ, അവൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമായിരുന്നു, ഡോക്ടറെ കാണണമായിരുന്നു. അതൊരു കടമയാണ്, പക്ഷേ കണ്ടില്ല, അതുകൊണ്ടല്ലേ അങ്ങനെ പറ്റിയത്. അപ്പോൾ ഹി ഷുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ. രണ്ടാമത്തേത് ഹി കുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ, അവൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമായിരുന്നു, ചെയ്യാൻ സാധിക്കുമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നു, ചെയ്യാൻ പറ്റുമായിരുന്നു. പൈസയെല്ലാം ഉണ്ടായിട്ടും അവൻ പോയില്ലല്ലോ, അവൻ ചെയ്യാൻ കഴിയുമായിരുന്നു, ചെയ്യാൻ പറ്റുമായിരുന്നു. ഹി കുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ, അവന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു, കഴിയുമായിരുന്നു എന്നൊക്കെ പറയാനാണ് കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ? ഹി വുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ, അവൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമായിരുന്നു, പക്ഷേങ്കിൽ ഡോക്ടർ ഇല്ലല്ലോ, ഡോക്ടർ ലീവിൽ ഔട്ട് ഓഫ് കൺട്രി പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഹി വുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ, അവൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് വുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഹി വുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ, പക്ഷേ ഡോക്ടർ ഇല്ലല്ലോ, അതുകൊണ്ട് കണ്ടില്ല. ഹി മൈറ്റ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ, അവൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവും, അതൊരു ചെറിയൊരു സാധ്യത പറയുന്നത് മാത്രം. ഹി മൈറ്റ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ, അവൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാകും. ഇനി നോക്കൂ, ഹി മസ്റ്റ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ, അവൻ തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാകണം, മസ്റ്റ് ഹാവ്. അതുകൊണ്ടാണ് അവൻ്റെ അസുഖങ്ങളൊക്കെ മാറിയത്. ഹി മസ്റ്റ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ. ഇതും
വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 5 മോഡൽ ഫ്രേസസുകളെ പറ്റിയാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇതിൻ്റെ ഉപയോഗം വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേമാതിരി വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.